നിമിഷ രാവിലെ തന്നെ വിളവെടുപ്പ് തുടങ്ങി കേട്ടോ. നിമിഷ എന്നാ വായിക്കുന്നേ? ഇന്ന് വെണ്ടയ്ക്കാട്ടോ. നമ്മുടെ എല്ലാം തീരാറായി. നമ്മുടെ വിന്ററിന് മുമ്പുള്ള അവസാനത്തെ വിളവെടുപ്പാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം എല്ലാം തീരാറായി കേട്ടോ. ലാസ്റ്റ് വിളവെടുപ്പ് കേട്ടോ. ഇവിടെ തണുപ്പ് തുടങ്ങി നമ്മുടെ ഓസ്ട്രേലിയയില്. അപ്പൊ ചെടികളെല്ലാം നമ്മൾ ഓൾറെഡി എന്താ പറയാ കട്ട് ചെയ്ത് വിടേണ്ട സമയമല്ലേ? സമയമായി. ഇപ്പൊ ഞങ്ങൾ ലാസ്റ്റ് വിളവെടുപ്പ് എടുക്കുക. എന്താ ഇപ്പൊ ഇത്രയും പയറും അടിപൊളി കത്തിരിക്കായും വഴുതനങ്ങ എല്ലാം കിട്ടിയല്ലോ. ഇഷ്ടം പോലെ കേട്ടോ. വെണ്ടയ്ക്കൊക്കെ തീരാറായിട്ടോ. ഇപ്രാവശ്യത്തെ വിളവെടുപ്പ് ഇഷ്ടം പോലെ. ഇച്ചായന്റെ ഹാർഡ് വർക്ക് ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് വീട്ടിൽ നിന്ന് പാരന്റ്സ് ആരും ഇല്ലായിരുന്നു. ഇച്ചായന്റെ തന്നെയായിരുന്നു ഫുള്ള് കൃഷി. എനിവേ നമ്മള് അവിടെ നിൽക്കുന്ന എല്ലാം മുളകാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഇനി പറയാനുണ്ടല്ലോ. അതൊക്കെ ഇനി പറയാനുണ്ട്. തുടങ്ങുന്നതേ ഉള്ളൂ. ഏകദേശം തീരാറായി കേട്ടോ. മിക്കവാറും നമ്മുടെ വിളവെടുപ്പൊക്കെ ഏകദേശം തീർന്ന് വെണ്ടയൊക്കെ ലാസ്റ്റ് എത്തി. ഏറ്റവും സൈഡിലൊക്കെ നമ്മുടെ ഒരു 1.5 ആൾ പൊക്കമുണ്ട്. നമ്മുടെ ഫെൻസിനും പൊക്കത്തിലും മേളിലാണ് നിൽക്കുന്നത്. ഇനി അപ്പുറത്തെ സൈഡിൽ കുറച്ച് പയറോടെ പഠിക്കാനുണ്ട് ചായ. അതെല്ലാം കഴിഞ്ഞാൽ എന്ത് പരിപാടി സ്വന്തം വീട്ടിലുണ്ടായ പച്ചക്കറികളൊക്കെ കറി വെച്ച് നമുക്ക് ഇന്ന് കഴിക്കാം അല്ലെ? ചീരയൊക്കെ അതെ അതെ. നമ്മളിപ്പോ ഇനി വിന്റർ തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് വിന്റർ വെജിറ്റബിൾസ് മേടിച്ച് വെച്ചിട്ട് നമ്മൾ ഇനി അതും നടും. അത് നടന്ന് നിങ്ങളെ കാണിക്കാട്ടോ വീട്ടിൽ. അതല്ലേ ചാ? അതെ അതെ. പിന്നെ ഈ അടുത്ത ദിവസം നമുക്കൊരു കുഞ്ഞ് അവാർഡൊക്കെ കിട്ടി കേട്ടോ. ഒരു ചെറിയൊരു കർഷകശ്രീ അവാർഡ്, ഒരു പ്രോത്സാഹന സമ്മാനം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരുമ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി കേട്ടോ. നമ്മുടെ മലയാളികളുടെ കമ്മ്യൂണിറ്റിയാണ്. അവിടെ നിന്ന് ഒരു ചെറിയ അവാർഡും കിട്ടി കേട്ടോ. അതിന് പ്രത്യേകം താങ്ക് യു. മെഡലും ട്രോഫി എല്ലാം ഉണ്ട്. ഏതായാലും അല്ലെ നിമിഷ കലക്കി ഇപ്രാവശ്യം വിളവെടുപ്പ് ഏതായാലും കലക്കി. സൂപ്പർ ആയത്, അടിപൊളിയായത്. എന്നാ ശരി നിമിഷ. ഓക്കെ.